ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൈപ്പയ്ക്ക കിച്ചടിൻ്റെ റെസിപ്പിയാണ്. കിച്ചടി വയ്ക്കാനായിട്ട് മീഡിയം സൈസിലുള്ള ഒരു കൈപ്പയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. കൈപ്പയ്ക്ക നീളത്തിൽ കനം കുറച്ചരിഞ്ഞതാണ്. നീളത്തിൽ തന്നെ അരിയണമെന്നൊന്നുമില്ല, വട്ടത്തിലും അരിയുക, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എങ്ങനെ അരിയാണെങ്കിലും കനം കുറച്ചരിയണം. ഇനി ഇതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1/2 സ്പൂണ് ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കണം. നന്നായി ഇളക്കിയതിന് ശേഷം കൈപ്പയ്ക്കയിൽ ഉപ്പ് പിടിക്കാനായിട്ട് ഒരു 20 മിനിറ്റ് മാറ്റി വയ്ക്കാം. ആ സമയത്തിനുള്ളിൽ ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അരപ്പ് അരയ്ക്കുന്നതിനായിട്ട് മിക്സിൻ്റെ അരയ്ക്കുന്ന ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം എരിവിനനുസരിച്ച് കൂട്ടാം. ഇനി അടുത്തതായി ഇടുന്നത് 1/4 സ്പൂണോളം ചെറിയ ജീരകമാണ്. ജീരകം ഇട്ടതിന് ശേഷം ഇത് അരച്ചെടുക്കാനായിട്ട് കുറച്ച് തൈര് ഒഴിക്കുന്നുണ്ട്. വെള്ളത്തിന് പകരമാണ് ഈ തൈര് ചേർക്കുന്നത്. ആദ്യം ഈ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കടുക് കൂടി ചേർക്കണം. 1/2 സ്പൂണ് കടുക് കൂടി ചേർക്കുന്നുണ്ട്. കടുകും തേങ്ങേൻ്റെ കൂടെ അരച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി ഇത് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി കൈപ്പയ്ക്ക വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കൈപ്പയ്ക്ക കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു കൈപ്പയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒറ്റ തവണ തന്നെ ഇത് വറുത്തെടുക്കാം. കൈപ്പയ്ക്ക മുഴുവനായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കൈപ്പയ്ക്കൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി വേണ്ടത് തൈരാണ്. 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി രണ്ടും കൂടി ഒന്ന് ഇളക്കിയെടുക്കുക. തൈരും ഉപ്പും നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈപ്പയ്ക്ക കിച്ചടി വയ്ക്കുമ്പോൾ ഇത്തിരി പുളിയുള്ള തൈര് എടുക്കണം, എന്നാലേ കൈപ്പയ്ക്കൻ്റെ കയ്പ്പ് അത്ര അറിയാതിരിക്കുള്ളൂ. അരപ്പ് മുഴുവനായി തൈരിലേക്ക് ഇട്ടു. ഇനി തൈരും തേങ്ങ അരച്ചതും കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ കിച്ചടിക്ക് തൈര് ഉപയോഗിക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ എടുത്ത് നേരിട്ട് ഉപയോഗിക്കരുത്. തൈരിലെ തണുപ്പെല്ലാം കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കണം. കാരണം നമ്മൾ ഈ കിച്ചടി ഇനി ചൂടാക്കില്ല. അപ്പോൾ തൈരിലെ തണുപ്പ് കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഇനി കിച്ചടിയിലേക്കുള്ള കടുക് വറുക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ എടുക്കുന്നുണ്ട്. ഇത് കൈപ്പയ്ക്ക വറുക്കാൻ ഉപയോഗിച്ച ആ എണ്ണയാണ്, അത് തന്നെ എടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ എണ്ണയിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. തേങ്ങ അരച്ചതും തൈരും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഈ കടുക് വറുത്തത് ഒഴിക്കുക. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച കൈപ്പയ്ക്ക കൂടി ചേർക്കുക. ഒട്ടും കയ്പറിയാത്ത കൈപ്പയ്ക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു റെസിപ്പിയുമായി നാളെ വീണ്ടും കാണാം. ബൈ.